ഇനി നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് നേരെ ഇടുക്കിയിലേക്ക് പോകാം. അവിടെ നിന്ന് ഓണക്കാഴ്ചകളുമായി ജെയിനസ് രാജുവാണ് നമുക്കിപ്പം ചേരുന്നത്. ജെയിന, ഇലക്ട്രോണിക്സ് കടയുടെ മുന്നിലാണുള്ളതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ ബോർഡ് കണ്ടിട്ട് പറയാണ്. ഇങ്ങനെയാണ് ഇടുക്കിയിലെ ഓണാഘോഷങ്ങളൊക്കെ? ആര്യ, ഞാനിപ്പോൾ മാർക്കറ്റിലാണുള്ളത്, തൊടുപുഴ മാർക്കറ്റിലാണ്. വലിയ തിരക്ക് എന്ന് പറയാൻ കഴിയില്ല, കാരണം രാവിലെ തന്നെ ആളുകളെല്ലാം ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമായി സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ച സമയമാണ്, പിന്നെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് പറയാൻ കഴിയുക. എല്ലാ കേട്ടാ അപ്പം ആളുകളൊക്കെ വന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ തെളിഞ്ഞ കാലാവസ്ഥയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇടയ്ക്ക് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആളുകൾ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഒന്നും മേടിച്ചില്ലേ? അപ്പോൾ നമുക്ക് പച്ചക്കറി കടയിലേക്ക് കൂടി നമുക്കൊന്ന് കയറാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണക്കച്ചവടം? ഓണം അടിപൊളിയാണ്. പച്ചക്കറി എല്ലാം വില കുറഞ്ഞു പോയി. ഒരു വില സാധനത്തില്ല. പച്ചപ്പര 40 രൂപ, 50 രൂപ, വെണ്ടയ്ക്ക 40 രൂപ, തക്കാളി 40 രൂപ, തക്കാളിയൊക്കെ 3 കിലോ 100 ഉള്ളൂ. ഇച്ചിരി എല്ലാ സാധനങ്ങളും ഇത്തവണ വില കുറഞ്ഞു പോയി. അതുകൊണ്ട് ഇത്തവണ ഓണം ആഘോഷിക്കാൻ നമുക്ക് അധികം ചിലവായിരുന്നു. ഒരു ചിലവില്ല. ഒരുപാട് ഏത്തക്ക പോലും വില ഇല്ല. ഏത്തക്ക 50 രൂപ ചില്ലറ വയ്ക്കണേ. കൊല എടുക്കുമ്പോൾ 40 രൂപ ഉള്ളൂ. എന്നാ വേണ്ടേ? അപ്പോൾ ആളുകൾ പച്ചക്കറി കുറേശ്ശെ മേടിക്കുന്നുണ്ട്. വിലക്കുറവുണ്ടോ? വിലക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ പറ്റി. വിലക്കുറവുണ്ടോന്ന് പറഞ്ഞാലേ പച്ചക്കറി മേടിച്ചതിന് ഒന്നും മേടിച്ചില്ലേ? അപ്പോൾ ഓക്കെ, ആളുകൾ പച്ചക്കറി മേടിക്കുന്ന തിരക്കിൽ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഏതാ എന്താ മേടിച്ച? ഒന്നും മേടിച്ചില്ലേ? പലചരക്ക് മേടിച്ചോ? വിലക്കുറവുണ്ടോ? ഇവരൊക്കെ പറയുന്നത് വിലക്കുറവാണ്. ആളുകളൊക്കെ മേടിച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. എല്ലാം മേടിച്ചു. ഈ സമയമായതുകൊണ്ടാണ്. രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യാപാരികളടക്കം പറയുന്നത്. പച്ചക്കറിക്ക് മാത്രമല്ല, മീൻ കടകളിലുമൊക്കെ രാവിലെ തിരക്കുണ്ടായിരുന്നു. കാലാവസ്ഥ പക്ഷേ കുറച്ച് പ്രതികൂലമായിരുന്നു, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ളത്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ആളുകൾ കടകളിലേക്കൊക്കെ എത്തും, കൂടുതൽ കച്ചവടം സജീവമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ആര്യ, ശരി, ജെയിനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്നുള്ള ഓണാഘോഷത്തിന്റെ കാഴ്ചകളും വിവരങ്ങളും ഒക്കെയാണ് ജെയിൻ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്.